കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ പോയപ്പോൾ അമ്മ കുറച്ച് വയനയില തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായിട്ടേ ഫ്രിഡ്ജിലിരിക്കുകയാണ്. കാരണം പനിയൊക്കെ ആയിട്ട് എനിക്കും പനിയായിരുന്നു, പിള്ളേർക്കും എല്ലാം പനിയായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നില്ല. എന്തായാലും എടുത്ത് നോക്കിയപ്പോൾ അത് കേടായിട്ടൊന്നുമില്ല. അപ്പോൾ അത് എന്തായാലും കഴുകി വൃത്തിയാക്കി വയനയില അപ്പം, അതായത് തെരളിയപ്പം, നമ്മളിവിടെയൊക്കെ തെരളിയില എന്നാണ് പറയുന്നത്, തെരളിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു. ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ശർക്കര ഞാൻ പാനിയാക്കിയാണ് എടുക്കുന്നത്. അതായത് ചിലർ ശർക്കര ചീകിയൊക്കെ ഇടാറുണ്ട് മാവിനകത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശർക്കര അങ്ങ് പാനിയാക്കി എടുക്കാമെന്ന്. പാനിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ആ ശർക്കരയുടെ കട്ടയൊന്നും അതിനകത്ത് വരില്ലല്ലോ. അത് കാരണം കുറച്ചൊന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ശർക്കര പാനിയാക്കി എടുത്തു. പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. അരിപ്പൊടിയിലാണ് സാധാരണ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അരിപ്പൊടിയിലാണ് ചെയ്യാനെടുത്തത്. പിന്നെ അരിപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തിരുകി വെച്ചിരുന്ന തേങ്ങ എടുത്തു. തേങ്ങ ഇട്ടതിന് ശേഷം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി തോനെ എടുക്കുന്നുണ്ട് ഏലക്കാപ്പൊടി. പിന്നെ ഞാൻ എടുക്കുന്ന ഒരു റോബസ്റ്റ പഴമാണ്. സാധാരണ നമുക്ക് പാളയംകോടൻ പഴം ചേർക്കുന്നവരുണ്ട്, പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് ഉടച്ച് ചേർക്കുന്നതുണ്ട്, പിന്നെ ചക്ക ചേർക്കുന്നവരുണ്ട്, ചക്ക അരച്ചിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നതുണ്ട്. അങ്ങനെ പലതും ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു റോബസ്റ്റ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനത് എന്തായാലും എടുത്തിട്ട് നന്നായിട്ട് ഞെവടി ചേർക്കുന്നുണ്ട് മാവിനകത്ത്. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഏലക്കാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏലക്കാപ്പൊടിയും തേങ്ങയും പഴവും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന ശർക്കര പാനി ആ ചൂടോടെ തന്നെ അങ്ങ് ഒഴിക്കുകയാണ്. അപ്പോൾ ചൂടോടെ ഒഴിക്കുമ്പോൾ മാവിന് കുറച്ച് മാവ് കുറച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് വെന്ത് അത്യാവശ്യം ഒന്ന് വേവുമല്ലോ. നല്ല തിളച്ച ശർക്കര പാനിയാണ് ഒഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈയിട്ട് മിക്സ് ചെയ്യാതെ ആദ്യമേ തന്നെ ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കൈയെല്ലാം വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഞാൻ ഈ ഒരു പരുവത്തിനാണ് എടുത്തത്. പിന്നെ ദാണ്ട് തെരളിയില ഇതുപോലെ കുമ്പിളാക്കി വെക്കുകയാണ്. കുമ്പിളാക്കിയിട്ട് നമ്മൾ ഈർക്കിലുണ്ടെങ്കിൽ ഈർക്കിൽ വെച്ച് മാവ് അതിനകത്ത് വെച്ചിട്ട് ഈർക്കിൽ വെച്ച് അതൊന്ന് ക്ലോസ് നല്ലതായിട്ടൊന്ന് അടച്ച് വെക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ഈർക്കിലൊന്നും എടുക്കാൻ നിന്നില്ല. ഞാൻ ഈ ഒരു കുമ്പിളാക്കിയിട്ട് മാവ് അതിനകത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങ് വെക്കുമായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഞാൻ തന്നെ ചെയ്യുന്നതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്തതാണ് ഈ സമയത്ത്. അങ്ങനെ എല്ലാ തെരളിയും റെഡിയാക്കി കറക്റ്റ് തെരളി ഇലയ്ക്കുള്ള മാവ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാൻ കുറച്ച് കുമ്പിളാക്കി വെച്ചു. ബാക്കി ഒരുപാട് നീളമുള്ള ഇലകളിൽ കുറച്ച് ഉരുട്ടി ഒരു നീളത്തിൻ്റെ ഷേപ്പിലാക്കിയാണ് വെച്ചത്. അങ്ങനെ നമ്മുടെ തെരളിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും തെരളിയപ്പം. അപ്പം ചെയ്യാത്തവരും ഒന്ന് ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ഒരു 1/2-3 മണിക്കൂറത്തെ കാര്യമുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ എല്ലാവരും ഒന്ന്